ജയ് സീതാറാം. ഇന്ന് ഒരു വളരെ വിശിഷ്ടമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ നവതി ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഗുരു എന്ന നിലയിലും എന്നെ ഒരു സ്പിരിച്വൽ പാത്തിലേക്കും ഒക്കെ നയിച്ച ഒരു പുണ്യ ദേഹം എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ ട്രിബ്യൂട്ട്, അദ്ദേഹത്തിനും ഞാനുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തെപ്പറ്റി വളരെ ഒരു ഓർമ്മ, അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി അർപ്പിക്കുക, അദ്ദേഹത്തെ ഓർമ്മിക്കുക, അദ്ദേഹത്തിനെ പറ്റി എൻ്റെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഗുരുനാഥനുമായുള്ള എൻ്റെ ബന്ധം വളരെ ഷോർട്ടായിരുന്നു, വളരെ ഇൻറ്റൻസ് ആയിരുന്നു, വളരെ കോർഡിയലായിരുന്നു. ഇന്നും ഒരുപക്ഷെ ഞാൻ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഫിസിക്കലി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോന്നൽ ഉളവാക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ 90-ാം പിറന്നാൾ അല്ലെങ്കിൽ ജയന്തി ആഘോഷം നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു 2 വാക്ക് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരിക എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു ഉദ്യമം. അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ എൻ്റെ ഈ വാക്കുകൾ പൂജാപുഷ്പങ്ങളായി പതിക്കട്ടെ, എൻ്റെ സമർപ്പണമായി അദ്ദേഹം ഇതിനെ കരുതട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഒരു ഓർമ്മ ഞാൻ പങ്കിടുകയാണ് നിങ്ങളെല്ലാവരുമായിട്ട്. ഞാൻ ആ ആശ്രമത്തിൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു 2004-2005 കാലഘട്ടത്തിലാണ്. അത് ഒരു ഡിവോട്ടി ആയിട്ടോ ഒരു ഭക്തനായിട്ടോ ഒരു സീക്കറായിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ടാക്സേഷൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അന്ന് പ്രാക്ടീസ് തുടങ്ങിയ ഏറ്റവും ഒരുപക്ഷെ ജൂനിയറായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ ഞാൻ അവിടെ എത്തുകയും അദ്ദേഹം അത് എന്നെ ഏൽപ്പിക്കുകയും ആ ഒരു ദൗത്യം എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്തു. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഞങ്ങളുടെ ഒരു വളരെ ശക്തമായ ഒരു ബന്ധം. അവിടെ നിന്ന് പിന്നെ ഒരു തിരിഞ്ഞോട്ടം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാത്സല്യത്തിന് പാത്രമാകാനും അദ്ദേഹവുമായി ട്രാവൽ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കൂടെ പല പദ്ധതികളും ആവിഷ്കരിക്കാനും മറ്റുമൊക്കെ ഒരു ഭക്തനെ പോലെ, ഒരു ശിഷ്യനെ പോലെ, ഇവനൊരു മകനെ പോലെയൊക്കെ ഉള്ളൊരു വാത്സല്യം അദ്ദേഹം എന്നിൽ ചൊരിഞ്ഞു എന്നുള്ളതാണ് വലിയ കാര്യം. അദ്ദേഹം ഒരുപാട് പ്രോഗ്രാംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടക്കവും അദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പലപ്പോഴും അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ ഒക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ വളരെ മെറ്റീരിയൽ പ്ലെയിനിൽ നിന്നും അദ്ദേഹം വളരെ ഒരു സ്പിരിച്വലി ഹൈ പ്ലെയിനിൽ നിന്നുമുള്ള ആ വ്യത്യാസമുണ്ട്. ഞാൻ ചോദിച്ചു, സ്വാമിജി ഇത് ഇത്രമാത്രം വലിയ പ്രോജക്ട്സ് ഒക്കെ നമുക്കൊരു അഷ്ടിക്ക് ബുദ്ധിമുട്ടുള്ളൊരു ആശ്രമത്തിൽ ഒരു വളരെ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കുമോ? സ്വാമിജി അന്നൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എടാ, മനസ്സിലാണ് ദാരിദ്ര്യം. നമ്മുടെ വിഭാവനം ചെയ്യുന്ന എല്ലാ പദ്ധതികളും നമ്മൾ പൂർത്തിയാക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ഞാനിത് തുടങ്ങി വയ്ക്കുന്നതേ ഉള്ളൂ. ഇത് പൂർത്തിയാക്കാനായിട്ട് അടുത്ത തലമുറ ഇവിടെ ഉണ്ടാകും. അതിനുശേഷം അന്ന് അദ്ദേഹം തന്ന ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഉപദേശം, മനസ്സിലാണ് ദാരിദ്ര്യം. അതിനുശേഷം എനിക്കൊരു ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ആ തോട്ട് പ്രോസസ്സിൻ്റെ സ്കെയില് വളരെ വിശാലമാക്കാനും അത് സഹായിച്ചു. വളരെ എന്നിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയ ഒരു കോൺവെർസേഷനായിരുന്നു ഗുരുവായിട്ട്. അപ്പോൾ സ്വാമിജി അത് വളരെ ശക്തമായിട്ടും വളരെ സീരിയസ് ആയിട്ടും തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. കാരണം നമ്മളൊരു തോട്ടിലൊരു ദാരിദ്ര്യം വരേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ശകലം സമയമെടുത്താലും നമ്മൾ വിഭാവനം ചെയ്യുന്ന നമ്മുടെ സങ്കല്പത്തിൻ്റെ ആ ഒരു ശുദ്ധിയും
ആ ഒരു ദൃഢതയും ഒക്കെ കൊണ്ട് അതിന് ഒരു പരിസമാപ്തി ഉണ്ടാകും, സമയം കൂടുതലെടുത്താലും. അപ്പോൾ അത് വലിയ തോതിലൊരു മാറ്റം എന്നിലുണ്ടാക്കി. അപ്പോൾ നമുക്ക് വിഭാവനം ചെയ്യാനായിട്ടൊരു ദാരിദ്ര്യമില്ല, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ഒരു ആശങ്കയില്ല. ഒരു നമ്മൾ ചെയ്യുന്നതെല്ലാം മാനവരാശിക്ക് വേണ്ടിയാണെന്നും അത് ഒരു ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് അത് തന്നെയാണെന്നും വളരെ ശക്തമായ ഒരു ഹിന്ദു സനാതന ധർമ്മത്തിൽ റൂട്ടഡ് ആയിട്ടുള്ളൊരു വിശ്വാസം നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം എന്നിൽ ഒരു വലിയൊരു പാഠം നൽകുകയായിരുന്നു. ഇങ്ങനെ ഒരുപാട്. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും ഇപ്പോൾ ആശ്രമത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മഹാസമാധിക്ക് ശേഷം സംഭവിച്ച ബ്രഹ്മപാദാനന്ദ സരസ്വതി അദ്ദേഹമായിരുന്നു നയിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ഇപ്പോൾ ശ്രീശക്തി ശാന്താനന്ദ മഹർഷി അദ്ദേഹം സ്വാമിജിയുടെ അതേ പാത പിന്തുടർന്ന് അതേ ശക്തമായ രീതിയിൽ ഒരു ഹൈന്ദവതയിലൂന്നിയ സാമൂഹ്യ സേവനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതിന് ശബരിമലയിലെ വിഷയമാണെങ്കിലും നമ്മുടെ ഒരു സനാതന ധർമ്മത്തെ ധ്വംസിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണോത്സുകമായ പല പ്രയാസങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു ഭാഷ ഇന്ന് ഹിന്ദു സമൂഹത്തിന് വലിയ തോതിൽ ഒരു ആശയം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഹിന്ദു സമൂഹം എന്ന് പറയുമ്പോൾ പലരും ഒരു മത അടിസ്ഥാനത്തിലാണ് ഇത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ നമ്മളൊരു സെക്കുലർ സ്റ്റേറ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഒരു ആൻസറും കൂടെയാണ് ഇന്ന് വളരെ ശക്തമായി സംസാരിക്കുന്ന ശ്രീശക്തി ശാന്താനന്ദ മഹർഷി. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു രീതി എന്ന് പറയുന്നത് മനുഷ്യത്വം എന്നുള്ള ഇതാണ് നമ്മുടെ ആ ആശ്രമത്തിൽ നിന്ന് പഠിപ്പിച്ചത്. അപ്പം അവിടെ മതമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഓരോ വ്യക്തിയെയും വ്യക്തിയായിട്ട് കാണുക, അതിനെ ഒരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള മതം അടിസ്ഥാനത്തിലല്ല. ഹിന്ദു എന്നത് നമ്മുടെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ആണെന്നും ആ കൾച്ചറൽ ഐഡൻറ്റിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ട് ഏത് ദൈവത്തെ ആരാധിക്കുന്നതും തെറ്റില്ല എന്നും പറയുന്ന, അല്ലെങ്കിൽ അതിന് അങ്ങനെ അനുവർത്തിച്ചിരുന്ന പല ആളുകളും ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉള്ളത്, ഞാൻ തന്നെ അന്യ മതവിശ്വാസികളെ അവിടെ സ്വാമിജിയുടെ അടുത്ത് കൊണ്ടുപോവുകയും അദ്ദേഹം അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അവരുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കൊടുത്തത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലുള്ള എന്നെപ്പോലൊരാൾക്ക് പോലും, എന്നെപ്പോലൊരു വ്യക്തിക്ക് പോലും അതിൽ വളരെ ശക്തമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി ഇംപ്രസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഹിന്ദു എന്ന് പറയുമ്പം ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന ആ ഒരു രീതിയിലുള്ള വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു കൾച്ചറാണ് നമ്മുടെ രീതികളാണ്. ഒരു വെസ്റ്റേൺ രീതിയോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റേൺ രീതിയോ ഉള്ള ആളുകളല്ല. ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമുക്കൊരു ബേസിക് കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ട്. അതിലൂന്നിക്കൊണ്ടുള്ള ഒരു പുരോഗമനം നമുക്കുണ്ടാകണം. ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു എനിക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ ഇനീഷ്യേറ്റീവ്സ് വളരെ സൂക്ഷ്മം നിങ്ങൾ എല്ലാവരും വീക്ഷിക്കണമെന്നും ഈ നവതി ആഘോഷിച്ച വേളയിൽ ആശ്രമത്തിന് വേണ്ട അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ ആക്ടിവിറ്റീസ് കുറെ കൂടെ ഒന്ന് നിരീക്ഷിച്ച് അതിലൂടെ പങ്കാളിയാകണമെന്നും അത് നമ്മുടെ നാടിന് വളരെ ഗുണം ചെയ്യും എന്ന് ഉദ്ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ശക്തമായ നേതൃത്വമാണ്. ആ ശക്തമായ നേതൃത്വം ഇന്ന് ശ്രീരാമദാസ ആശ്രമത്തിലുണ്ട്. സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ ഇത് മുന്നോട്ട് പോകും. അത് നമ്മൾ മനസ്സിലാക്കി തന്നെ ആ ആശ്രമത്തിൻ്റെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, പങ്കാളികളാകുക എന്ന് ഉദ്ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത്. താങ്ക് യു.